വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. എന്താടാ നീ ഇന്ന് പോയില്ലേ? ഏയ് ഇന്ന് പോയില്ലടാ. നീ കൊണ്ടുവന്ന് വേസ്റ്റുകൾ കണ്ടപ്പോളാ വീട്ടിൽ ഞാൻ കുറച്ച് വേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ദിവസത്തോട് കളഞ്ഞിട്ടില്ലേ? അതിപ്പോ വൈകിട്ട് കളയാം. നീ ഇത് കുട്ടപ്പനായിട്ട് ഇത് എവിടെ പോണ്ട? ആഹാ, കുട്ടപ്പൻ ഗൾഫിൽ നിന്ന് വന്നാ? സത്യോട്ട് ഞാൻ അറിഞ്ഞില്ലട്ടാ. ഞങ്ങളൊരുമിച്ച് എവിടെയെങ്കിലും പോണ കാര്യം അവൻ പറഞ്ഞായിരുന്നാ? നീ ഇതെന്താ പറയണത്? നീ എല്ലാം കൂടി ഒറ്റ ശ്വാസത്തിൽ അങ്ങോട്ട് പറയല്ലേ? എടാ, ഞാൻ ആ കുട്ടപ്പന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ നീ ഇങ്ങനെ കുളിച്ച് ഒരുങ്ങി കുട്ടപ്പനായിട്ട് എവിടെ പോണെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ വിചാരിച്ച് അവൻ വന്നു കഴിഞ്ഞാ പിന്നെ അവൻ പോണവരെ അവന്റെ പുറകെ തൂങ്ങാലോ. ഒന്ന് പോടാ അവിടുന്ന്. അതൊക്കെ പോട്ടെ, നീ ഇന്ന് ഫ്രീ ആണോ? എന്താടാ? എടാ, നമ്മുടെ ഈ തോടിന്റെ അവസ്ഥ ആ പ്രസിഡന്റിനൊന്ന് നേരിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നല്ല കാര്യമാടാ. ഈ തോടിന് ആഴം കൂട്ടണം, എന്നാലും നീരൊഴുക്കുണ്ടാവുള്ളൂ. ഈ മഴക്കാലം വന്നാൽ വെള്ളക്കെട്ടോട് നമ്മൾ നട്ടം തിരിയണല്ലേ? ആ വാർഡിൻ്റെ അങ്ങേയറ്റത്ത് നടക്കുന്ന മെമ്പർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാനാണ്? സോ നമ്മളൊരു ഗതികേടേ. മെമ്പറോ? നീ ആദ്യം പറഞ്ഞത് പ്രസിഡന്റിനെ കാണാൻ പോണെന്നല്ലേ? ഇപ്പൊ മെമ്പർ എന്നോ? കൊള്ളാം. നമ്മളുടെ വാർഡ് നമ്പർ അറിയാമോ നിനക്ക്? 7 അല്ലേ? അപ്പൊ പിന്നെ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെന്താ? എടാ, നമ്മുടെ വാർഡ് നമ്പർ 5 ആണെന്ന്. നമ്മുടെ മെമ്പർ തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും. അത് പിന്നെ എനിക്കറിയാൻ പാടില്ല, അന്നമ്മൻ ചാക്കോ. ഓ, അതെങ്കിലും അറിയാല്ല. എന്നിട്ട് പിന്നെ ഈ വാർഡ് നമ്പറിന്റെ കാര്യത്തിനെ പറ്റി നിനക്ക്? എടാ, വാർഡ് നമ്മുടെ 5. ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്താണ്. നിനക്കിപ്പോ എന്താ വേണ്ടത്? അല്ല, നീ ഇന്ന് ഫ്രീ ആണെന്നല്ലേ പറഞ്ഞത്? അത് നമുക്കൊന്നിച്ചാ പ്രസിഡന്റ് എടുത്തോണ്ട് പോയാലാ? അല്ല, ഫ്രീ ആണെന്ന് ഞാൻ എപ്പോ പറഞ്ഞു? പറഞ്ഞില്ലെങ്കിൽ നീ ഫ്രീ ആണല്ലോ. എടാ, ഈ ഞങ്ങളുടെ അമ്മായിയുടെ അമ്മ മരിച്ചേ. അമ്മായി എന്ന് പറഞ്ഞ? അമ്മായി എന്ന് പറഞ്ഞ അമ്മായി എൻ്റെ അപ്പൻ്റെ പെങ്ങള്. ആ പെങ്ങളുടെ അമ്മായിയമ്മ. അപ്പൊ അവിടം വരെ ഒന്ന് പോകും. എൻ്റെ അമ്മോ, നിന്നെ വെറുതെ അല്ലട്ടാ. വെറുതെ അല്ല, സംശയാൻ്റെ ഒന്ന് വിളിക്കണത്. അതെ, നിനക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അത് പറഞ്ഞാ മതി, അല്ലാതെ. എടാ, നീ ചൂടാകല്ല. എടാ, ഈ പ്രസിഡന്റിനെ പോലെയുള്ള ആളുകളോടൊക്കെ കാര്യകാരണ സഹിതം നമ്മുടെ ഈ തോടിന്റെ അവസ്ഥ അവതരിപ്പിക്കണമെങ്കിൽ അത് നിന്നെ കൊണ്ടേ പറ്റുള്ളൂ, അല്ലാതെ ഞാനൊക്കെ. അവരുടെ അധരങ്ങളിൽ സത്യമില്ല, അവരുടെ ഹൃദയം നാശകൂപമാണ്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു. സങ്കീർത്തനങ്ങൾ 5-ാം അധ്യായം 9-ാം വാക്യം. അതെ, എന്നാലും കൂട്ടിനെയും മിണ്ടിയും പറഞ്ഞും പോകാൻ നീയായാലും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇതിപ്പോ നിന്റെ അമ്മായി മറ്റു സ്ഥിതിക്ക്. എന്ത് വർത്താനോട് നീ പറയണ? അമ്മായി? എടാ, അമ്മായിയുടെ അമ്മായിയമ്മയാണ്.
ഓ സോറിടാ, എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. എടാ നീ വേഗം പോകാൻ നോക്ക്. ആ ശരി. എടാ എത്ര മണിക്കാ സംസ്കാരം എന്ന് പറഞ്ഞാ? അത് എത്രയെങ്കിലും ആവട്ടെ, നീ പെട്ടെന്ന് പോകാൻ നോക്ക് ആ, കേട്ടാ. ശരി. ആ ഓക്കെ. തോടും ലോടും നന്നായി കിട്ടണം, പക്ഷെ ബുദ്ധിമുട്ടാൻ കഴിയൂല. ആ ഹലോ, അതെ. ഇന്നോ? ഇന്ന് പറ്റില്ല, എനിക്കൊന്ന് പഞ്ചായത്ത് വരെ പോകേണ്ട കാര്യമുണ്ടേ. അതെ, പ്രസിഡന്റിനെ ഒന്ന് കാണണം. ആ ശരി എന്നാ. ആരാ? ആ പ്രസിഡന്റ്, ലവ് ബേഴ്സ് ഒക്കെ ഇഷ്ടമാതിരി ഒന്നും ഇല്ലല്ല. ഗ്രീനും ബ്ലൂവും 7 ഇതുണ്ട്. ആ ആൻഡോ പഞ്ചായത്തിൽ വന്നിരുന്നല്ലേ? ആ വന്നിരുന്നു. അപ്പൊ 2ാം വാർഡിലെ മെമ്പറില്ലേ? ആര്? ജോഷിയോ? ആ അതെ. പുള്ളിക്കാരൻ പറഞ്ഞ് മീറ്റിംഗ് നടക്കുകയാണെന്ന്. മീറ്റിംഗ് തീരാൻ കുറച്ച് സമയം എടുക്കുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. എന്താ ആൻഡോ കാര്യം? ഞാൻ പോകാനായിട്ട് ഇറങ്ങായിരുന്നു. ഇന്ന് മീറ്റിംഗ് ഉണ്ടേ, വണ്ടി ഇപ്പം വരും. അല്ല, കഴിഞ്ഞ ദിവസം ഞാൻ പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നേ ഞങ്ങളുടെ വീടിനടുത്തുള്ള തോടിനെ പറ്റി. ആ ശരിയാ ശരിയാ. എന്താ അവിടെ തോടിന് പ്രശ്നം? വെള്ളം ഒഴുകുന്നില്ലേ? എവിടെന്ന്? മഴക്കാലം വന്നാ ഒഴുകില്ലെന്ന് മാത്രമല്ല, റോഡിന്റെ അരികിലുള്ള വീടിന്റെ കോമ്പൗണ്ടുകളിലേക്ക് വെള്ളം കയറി ആകെ നാശമാകുന്നേ. ആ ആൻഡോ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ കുറച്ചു പേര് കൂടി ഒരു പരാതി എഴുതി ആ അപേക്ഷയോടൊപ്പം വയ്ക്ക്. അടുത്ത കമ്മിറ്റിയിൽ ഞാനത് അവതരിപ്പിക്കാം. എൻ്റെ പ്രസിഡന്റ് പരാതി അപേക്ഷയ്ക്ക് വെച്ചിട്ട് എന്ന് നടപ്പിലാക്കാനാണ്? അപ്പോഴേക്കും മഴക്കാലം മാറിയല്ല. ആൻഡോ എന്താ ഈ കൊച്ചു കുട്ടികളെ പോലെ സംസാരിക്കുന്നത്? ആ മഴ മാറിയല്ല. എന്താ? അല്ല, മഴ മാറി കയറി ഞാൻ പറഞ്ഞാണ്. ആ ഞാൻ കൊച്ചുകുട്ടികളെ പോലെ സംസാരിച്ചതൊന്നും അല്ല, ഞാൻ കാര്യം പറഞ്ഞല്ലേ. ആൻഡോ പറഞ്ഞ ഉടനെ പെട്ടെന്ന് വന്ന് തോട് ശരിയാക്കി തരാനൊന്നും പറ്റില്ല. എന്തിനും ഏതിനും പഞ്ചായത്തിന് അതിൻ്റെതായ നടപടിക്രമങ്ങളൊക്കെ ഇല്ലേ? അല്ല, അത് പിന്നെ പ്രസിഡന്റ് വിചാരിച്ചാ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? ആൻഡോ, ആ ഒരു എമർജൻസി ഘട്ടത്തിൽ വേണമെങ്കിൽ ഒരു 10,000 രൂപ എനിക്ക് അനുവദിക്കാൻ പറ്റും. 10,000 രൂപ? ചുരുങ്ങിയതൊരു 2.5 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. ആ. അതിൽ നിൽക്കുന്ന സംശയമാണ്. 2.5 ലക്ഷമോ? ആ, തോട് ക്ലീൻ ചെയ്യണോ, ആഴം കൂട്ടണോ, ഈ വെള്ളം ഒഴുകി വരണത്ത് ഒരു തൂമ്പുണ്ട്, അത് ശരിയാക്കണ്ടേ? ഞങ്ങളൊക്കെ വോട്ട് ചെയ്തിട്ടാണ് പ്രസിഡന്റൊക്കെ പ്രസിഡന്റ് ആയതിട്ടാ, അത് മറക്കാൻ നിൽക്കരുത്. ജ്ഞാനി ബോഷനുമായി വ്യവഹാരത്തിലേർപ്പെട്ടാൽ ബോഷൻ കലി തുള്ളുകയും അട്ടഹസിക്കുകയും ചെയ്യുമെന്നല്ലാതെ സമാധാനം ലഭിക്കുകയില്ല. സുഭാഷിതങ്ങൾ 29-ാം അധ്യായം 9-ാം വാക്യം. ആൻഡോ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എന്തിനും ഏതിനും ഒരു നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനും പറഞ്ഞല്ലോ, അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മഴക്കാലം കഴിഞ്ഞ് പോകുമെന്ന്. പ്രസിഡന്റ് അവിടം വരെ ഒന്ന് വന്ന് കാണും, അപ്പം മനസ്സിലാവും ഞങ്ങളുടെ അവസ്ഥ. കോൺക്രീറ്റ് ചെയ്ത റോഡ് നോക്കണ്ട, വീടുകളുടെ കോമ്പൗണ്ട് നോക്കണം. ആകെ നാശകോശമായിട്ട് കിടക്കുകയാണ് അവിടെ. ഈ തോട് നന്നായ ആ പ്രശ്നമൊക്കെ തീരും. വേണ്ട, പ്രസിഡന്റിന് അവിടം വരെ ഒന്ന് വരാൻ പറ്റുമോ? ഒന്ന് കണ്ടാൽ മതി, അപ്പം മനസ്സിലാവും. എന്തു പറയണം? അല്ല, അത് ഞാനവിടം വരെ ആ
ജോഷി, ആ ബാബുച്ചേട്ടാ, വാ കേറി വാ. ആ ആ പ്രസിഡന്റ് ഒന്ന് വന്നതൊന്ന് കാണ്, അവൻ്റെ നോക്കവടാ, എന്നൊരു സമാധാനം ഉണ്ടാക്ക്. ആ എന്താടോ? അല്ല ഞാനേ പ്രസിഡന്റിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണേ, ഞങ്ങളുടെ ആ തോടിന്റെ കാര്യമേ. ഓ ആ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ വന്നിരുന്നല്ലോ അല്ലേ പ്രസിഡന്റിനെ കാണാൻ വേണ്ടിയിട്ട്? അല്ല അന്ന് ഞാൻ മെമ്പറെ കണ്ട കാര്യം ഇപ്പൊ ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞേ ഉള്ളൂ. ഈ ആന്റോടെ വീടിനടുത്തുള്ള പഞ്ചായത്ത് തോട്ടിലെ വെള്ളമൊഴുക്കില്ലെന്ന്, വെള്ളപ്പൊക്കമാണെന്ന് പറയുമായിരുന്നു. അത് ഞാൻ നേരിട്ട് എന്ന് കാണണമെന്ന് കടും പിടുത്തവാ. ഓഹോ, അതിനെന്താ, പ്രസിഡന്റ് ഒന്ന് കണ്ടു കളയാൻ പാടില്ലേ? അല്ലേ മെമ്പറെ? ആ പിന്നല്ലാതെ, അതിനുശേഷം എന്ത് വേണമെങ്കിലും തീരുമാനിക്കാലോ. മതി, അതു മതി, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ എങ്കിൽ പിന്നെ ആൻഡോ ചെല്ലാൻ നോക്ക്. ആ ശരി എന്നാ. ആ ഓക്കെ പ്രസിഡന്റ്. ആ ശരി എന്നാ. ഓ ഓരോരുത്തനും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. റോമ 13:1 എൻ്റെ പ്രസിഡന്റ്, ഇതിനെയൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യാനേ പറ്റൂ. ഇവനെ കണ്ടപ്പോഴേ മെമ്പർക്ക് കാര്യം പിടികിട്ടിയല്ലേ? പിന്നല്ലാതെ, ഒന്നാമത്തെ കാര്യം ഇവനൊന്നും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ശരിയാ. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടും തോട് ശരിയാക്കണം, പ്രസിഡന്റ് അവിടം വരെ ഒന്ന് വരണം, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എന്ത് ചെയ്യണം? അടിച്ച വഴി പോയില്ലേ, പോയ വഴി അടിക്കണം. നിങ്ങൾ വാ. അല്ല മെമ്പറേ, ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ഈ ആന്റോ പിന്നെ ഇതും പറഞ്ഞ അവിടെ വരില്ലേ? പിന്നെ അത് വരും. വരും. ഉം. അത് വരാതിരിക്കാനാണല്ലോ പ്രസിഡന്റ് അങ്ങ് വരെ പോകുന്നത്. വേണമെങ്കിൽ കൂടെ ഞങ്ങളും വരാന്നേ. വേണമെങ്കിലോ? നിങ്ങളും കൂടെ വരണം. അല്ല, അവിടെ ചെന്നാലും ഇവന്റെ സ്ഥിതി ഇത് തന്നെയല്ലേ? അവിടെ ചെല്ലുമ്പോ വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ ഉണ്ടല്ലോ അവിടെ. പിന്നെ ആ, ആ റഷീദും ജോർജും കൈമളും അവരൊക്കെ ആ വാർഡിലുള്ളതല്ലേ? അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ അവരെ ഒതുക്കിക്കോളൂ ഇവനെ. അല്ലെങ്കിലുണ്ടല്ല, ഈ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞാൽ പോലും ഈ ആൻഡോന്റെ ശല്യം നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. ആ. ഹലോ. ആ ഹലോ, ഞാനാണ് പ്രസിഡന്റ്, ആന്റോയാണ്. ആ ആന്റോ, ആ തിരക്ക് കാരണോ? മറന്നിട്ടില്ല, ഞാൻ വരാം. വന്നു കണ്ട് തോടിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. പക്ഷേ മേഡം തിരക്കിലാണെന്ന് മഴക്കറിയില്ലല്ലോ പ്രസിഡന്റ്. ഏത് മേഡം? പ്രസിഡന്റിന്റെ തന്നെയാണ് ഞാൻ മേഡം ഒന്ന് ഉദ്ദേശിച്ചത്. ഉഫ്, ഉഫ്. ഇവനെ കൊണ്ട് ഹലോ ഇത് വലിയ ശല്യമായല്ലോ. ഹലോ കാര്യം പറഞ്ഞാലും മനസ്സിലാകില്ലെന്ന് വെച്ചാ എന്താ ചെയ്യുക? ഹലോ ആ ഹലോ. ആ പ്രസിഡന്റിന്റെ ലൈനിലുണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ച് കട്ടായി പോയെന്ന്. ഏയ് ഇല്ല. അല്ല, എന്നാണ് പ്രസിഡന്റ് വരണത്? ആ വരാം, ഈ ആഴ്ച തന്നെ വരാം. ഈ ആഴ്ച, അതായത് വേണ്ട, ഏത് ദിവസം ഒന്നും പറയണ്ട. ഏത് ദിവസം വന്നാലും ഞാൻ ഇവിടെ ഉണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അത് വേണ്ട, പണിക്ക് പോയിക്കോ. വരുന്നതിന്റെ തലേന്നേ ഞാൻ വിളിച്ചു പറയാം. അതിന് പണിക്ക് പോകാതിരിക്കൊന്നും വേണ്ട. ഇതിനു വേണ്ടി പണിക്ക് പോകാതിരിക്കല്ല, ആ കോൺട്രാക്ടർ അയാൾ ശരിയില്ലെന്നേ. ആ പ്രസിഡന്റ് അറിയുമായിരിക്കും. ആ വർഗീസേ, ഞങ്ങൾ പണിക്കാർ ശരിക്കും അയാളെ വിളിക്കണമെന്ന് അറിയാമോ? അതെ ആന്റോ, ഓ പറഞ്ഞോ. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് പോകാനുണ്ട്. ഞാൻ കുറച്ച് തിരക്കില്ല. ആ എന്നാ ശരി പ്രസിഡന്റ്, അപ്പോൾ വന്നാൽ മതി കേട്ടാ. ഓക്കെ ഓക്കെ, ആ ശരി എന്നാ. ഓഹ്, ഓഹ്, എൻ്റെ ദൈവമേ, ഇങ്ങനെയുണ്ടോ ഓരോ മാരണങ്ങൾ.
നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. പ്രഭാഷകൻ 5-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ആ ഹലോ ജോഷി മെമ്പറെ, നിങ്ങൾ എവിടെ എത്തി? ആ ഹാ ആ ഞാനിതാ ഇറങ്ങുന്നു. ആ കണ്ണട ലെൻസ് മാറ്റിപ്പോയാൽ നല്ല ഗംഭീരായിരിക്കണല്ലോ. ആ മോൻ ഇന്നലെ വൈകിട്ട് വാങ്ങിച്ചോണ്ടെന്ന് തന്നാ. ഏയ് അങ്ങനെ അവൻ ശല്യായാലേ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി തന്നെ നമുക്ക് കൊടുക്കണം. ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. നമുക്ക് അവിടെ വരെ ചെന്നിട്ട് കണ്ടിട്ട് പോരാം. അന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഇവനെ അവരാരെങ്കിലും തന്നെ തടഞ്ഞോളും. ആ ഹലോ ജോബേ, പറയ്. ഇല്ലില്ല, ഞാൻ പഞ്ചായത്തിലില്ല. ആ അതിനെന്താ, അപേക്ഷ അവിടെ കൊടുത്താൽ മതി. ആ അല്ല, ടാക്സും കുടിശ്ശിയൊന്നുമില്ലല്ലോ. ആ അതൊന്നും നോക്കിയാലേട്ടാ. മതി, അത് മതി. ശരി എന്നാ ജോബേ. എന്താ മെമ്പറെ, ആൻഡ്രയെ പോലെ വല്ല കുരിശാണോ? ഏയ് ഇതാ ലാസറിന്റെ തയൽക്കടയുടെ അപ്പുറത്തുള്ള ജോബാ. അവന് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിന് വിളിച്ചതാ. ആ അവനിപ്പോ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് എന്തിനാ? വീടും സ്ഥലം വെക്കുന്ന എന്തോ കാര്യത്തിനാ. അല്ല പ്രസിഡന്റ് എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല ഇതുവല്ല നിസ്സാര കേസ് വല്ലതും ആണെങ്കിൽ ആ ലോറൻസിനെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. അവര് തോട് ക്ലീനാക്കി കൊടുക്കില്ലേ? പിന്നല്ലാതെ അത്രേ ഉള്ളൂന്നേ. ഇവനെ പോലുള്ള ആളുകളുടെ വിചാരേ പഞ്ചായത്തിലൊരു അലമാരിയിൽ നോട്ട് കെട്ടുകൾ ഇങ്ങനെ അടക്കി വച്ചിരിക്കുകയാണെന്നാ. റോഡ്, തോട്, മാങ്ങ എന്നൊക്കെ പറയുമ്പോൾ ഓരോ മെമ്പർമാരും ആവശ്യത്തിന് ഈ അലമാരിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഈ തോടും റോഡും ഒക്കെ ശരിയാക്കി കൊടുക്കുന്ന ഇവന്മാരുടെ വിചാരം. ഒടുവിലൊരു വോട്ട് ചെയ്ത കാര്യവും പറയും. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് പേപ്പർ വർക്കുകളും ചർച്ചകളൊക്കെ ഉണ്ടെന്ന് അവർക്കൊന്നും അറിയില്ലല്ലോ മെമ്പറെ. ചില സമയത്ത് വിചാരിക്കും ഈ ഇലക്ഷനിൽ നിൽക്കണ്ടായിരുന്നു. അല്ല ഇതല്ലേ ആൻഡോ പറഞ്ഞ തോട്? നിങ്ങളുടെ ജോലി എന്തുതന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നതുപോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. കൊളോസോസ് 3-ാം അധ്യായം 23-ാം വാക്യം. വാ പോയി നോക്കാം. കണ്ടില്ലേ? ഇതെന്താണ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ കൂടി? എന്താ വണ്ടിയില്ലേ നിങ്ങക്ക്? വണ്ടി ഞങ്ങൾ അപ്പുറത്ത് വെച്ചിട്ട് ആ ഇടവഴിയെ ഇങ്ങ് പോന്നു. ഇത് എവിടെ പോണു നിങ്ങള് എല്ലാരും കൂടി? ആന്റോന്റെ വീട് വരെ പോണതാ. ഈ സൈഡിലല്ലേ ആന്റോന്റെ വീട്? അത് ഇവിടുന്ന് 4-ാമത്തെ വീട് കഴിഞ്ഞിട്ട് ഒരു പോക്കറ്റ് റോഡ് ഉണ്ട്, അതിന്റെ ഉള്ളിലാണ്. ആ എനിക്കറിയാം. എന്നാ ശരി ജെയിംസേ. ആ ശരി എന്നാ പോവാ. എടാ ഭയങ്കര പ്രസിഡന്റിനെ നീ വീട്ടിൽ വരുത്തിയല്ലേ? എന്നാലും എൻ്റെ പ്രസിഡന്റേ, നിങ്ങൾ ഇന്ന് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. വന്നല്ലോ, അത് മതി. ഇനി കാര്യങ്ങൾ അടിപൊളി ശടപടാമെന്ന് നീങ്ങുമല്ല. അല്ല നീ ഇതെവിടെ പോണ ഈ ചാക്കൊക്കെ ആയിട്ട്? ഞാനെങ്ങും പോകുന്നില്ല, ഈ വേശി തോട്ടിലൊക്കെ ഇടാൻ വേണ്ടി വന്നാണ്. നിങ്ങളുടെ ഈ പന്തം കണ്ട പിടിച്ചാൽ നോക്കണത്. വാ നമുക്ക് തൂമ്പ് വെച്ച സ്ഥലം വരെ പോയി നോക്കാം. ദാ അവിടെ നിന്ന് നടന്ന് ഇവിടം വരെ കണ്ടില്ലേ? ഇതും കൂടി കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞ കുഴപ്പങ്ങൾ. ഇതൊന്ന് കളഞ്ഞേക്കട്ടെ. ആൻഡോ അതവിടെ വെച്ചേ. ഇപ്പൊ ഞങ്ങൾക്ക് ആൻഡോ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായി. ആഹാ, അപ്പൊ നിങ്ങൾ തൂമ്പ് വരെ പോയിട്ട് വരികയാണല്ലേ? ഞങ്ങൾ ഒരിടത്തും പോയില്ല. അല്ലാതെ തന്നെ ഈ തോട്ടിലെ
ഒഴുക്കില്ലാത്തതും വെള്ളം കയറുന്നതിന്റെ കാരണങ്ങളൊക്കെ ഞങ്ങൾക്ക് പിടുത്തം കിട്ടി. അതെങ്ങനെ? ഇതിന്റെ അകത്ത് എന്താ? ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് വേസ്റ്റ് ആണെന്ന്. കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളും മീനിന്റെ അവശിഷ്ടങ്ങളും പച്ചക്കറിയുടെ അങ്ങനെ കുറെ വേസ്റ്റൊക്കെ ഇതിനകത്തുണ്ട്. ഇതൊക്കെ എവിടെ കളയും? ഇതെന്താണ് പ്രസിഡന്റ് കോമഡി പറയണ? ഈ തോട്ടിൽ അല്ലാണ്ട് എവിടെയാണ്? ഈ പ്ലാസ്റ്റിക് ഐറ്റംസേ ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കണം. ഇതുപോലെ ഈ വേസ്റ്റ് ഈ തോട്ടിൽ വലിച്ചെറിഞ്ഞാ വെള്ളത്തിന്റെ ഒഴുക്കിനത് തടസ്സമാവില്ലേ? ഈ ഇത്തിരി പോകുന്ന സാധനങ്ങളാ. നീ എറിയുന്നത് പോലെ മറ്റുള്ളവരും എറിയുന്നത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കുറേശ്ശെ ഈ തോട്ടിലത് വീഴുമ്പോൾ അത് വലുതാകില്ലേ? അങ്ങനെ തോട് നികന്നു വരുമ്പോൾ വെള്ളം തോട് കവിഞ്ഞ് വീടുകളുടെ കോമ്പൗണ്ടിലേക്ക് കയറും. അപ്പോൾ വെള്ളം പൊങ്ങിയെന്നും പറഞ്ഞ് പ്രസിഡന്റിനെയും മെമ്പർമാരെയൊക്കെ വിളിച്ച് വോട്ട് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞ് ശല്യം ചെയ്യും. ദാ ഇതുപോലെ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കടുത്ത ശിക്ഷയും പിഴയും ചുമത്തും. 10,000 രൂപ തൊട്ട് 50,000 രൂപ വരെ പിഴ അടയ്ക്കേണ്ടതായും വരും. 6 മാസം മുതൽ 1 വർഷം വരെ തടവ് ശിക്ഷയും കിട്ടും. 15 ദിവസം. 15 ദിവസത്തിനകം പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരും. എൻ്റെ പൊന്നു പ്രസിഡന്റ്, മെമ്പർമാരെ എന്നെ അവതാളത്തിലാക്കല്ലേ. ഞാൻ അത്ര കണ്ട് അങ്ങോട്ട് ആലോചിച്ചില്ല. എൻ്റെ പൊട്ട തെറ്റാണിത്. എൻ്റെ തെറ്റ് മാത്രം. അതല്ല നിന്റെ തെറ്റ്. പിന്നെ ഈ വക കുരുത്തക്കേടുകൾ ഈ തോട്ടിൽ കാണിച്ചു വച്ചിട്ടേ പഞ്ചായത്തിനെയും പ്രസിഡന്റിനെയും മെമ്പർമാരെയൊക്കെ കുറ്റം പറഞ്ഞ് ശല്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നിന്റെ തെറ്റ്. അതെ, നിർത്തി. ഇന്നത്തോടെ ഈ തോട്ടിൽ വേസ്റ്റിടുന്ന പരിപാടി ഞാൻ നിർത്തി. നീ മാത്രമല്ല മറ്റുള്ളവരെ കൊണ്ട് ഇത് ചെയ്യിക്കരുത്. ഏറ്റു ഈ ഏരിയയിൽ ഈ തോട്ടിൽ ഒരു കുഞ്ഞു പോലും വേസ്റ്റ് ഇടാൻ ഞാൻ അനുവദിക്കില്ല. പോരെ? ഓ ആ. എടാ എന്താണ്? എന്തായി ചർച്ച ഇവിടം വരെ? ഈ തോടിന്റെ കാര്യത്തിന് എന്തൊക്കെ ഒഴിവൊഴിവുകൾ ഇവര് പറഞ്ഞാലും തോടിന്റെ കാര്യം തോട് നന്നാക്കി തരാന്ന് ഇവര് വാക്ക് പറയാതെ ഇവര് ഇവിടെ നിന്ന് വിടരുത്. മനസ്സിലായോ? എന്താണ് ഇത്? ഈ വേസ്റ്റ് നടുക്ക് വെച്ചിട്ടാണ് ആ ചർച്ച. എടാ ഇതെടുത്ത് ഈ തോട്ടിലേക്ക് കളയണം. അല്ല അപ്പൊ ഈ തോടിന്റെ കാര്യം എന്തായി? നീ ഒന്നും മുണ്ടാണ്ടിറക്കാൻ ഞാൻ പറഞ്ഞുതരാം. എടാ ദേ അവര് പോട്ടെ, അതിനെന്താണ്? നീ ഒന്നും കാല് പിടിക്കാൻ അവര് പോണ കണ്ട. നീ എന്താടാ ഒന്നും മിണ്ടാണ്ടിരിക്കണ? എന്റെ വായിൽ നാക്കില്ലേ? ഇട പറയടാ. ഈ വേസ്റ്റൊക്കെ തോട്ടിലിട്ടുണ്ടെങ്കിലേ നമ്മളെ പോലീസ് പിടിക്കും. നമ്മുടെ ജയിലിൽ കിടക്കേണ്ടി വരും. ഈ തോട്ടിലിട്ടാണ് വെള്ളക്കെട്ടിന് ആരാ കാരണക്കാരൻ അറിയാമോ? നമ്മളാണ്. നമ്മളാ? നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. മത്തായി 7-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.